എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡെമോ വീഡിയോ ആണ് ഇത്. ടെസ്റ്റ് മേക്കർ ആപ്പ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഗ്രൂപ്പിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് ഇപ്പോൾ നിലവിലെ സബ്ജക്റ്റ്. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് വർക്ക് ബുക്കാണോ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ പഠിക്കേണ്ടത് ആ ടോപ്പിക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ ചോദ്യങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പിൽ ചോദ്യങ്ങൾ നോക്കിയും പഠിക്കാം, പ്രാക്ടീസ് ചെയ്തും പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 51 ചോദ്യങ്ങളാണ് ഈ വർക്ക് ബുക്കിൽ ഉള്ളത്. ഈ 51 ചോദ്യങ്ങളും ആദ്യം നോക്കി പഠിക്കുക. നിങ്ങൾക്ക് PDF അവൈലബിൾ ആണ്, അല്ലെങ്കിൽ PDF നോക്കി പഠിക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുക. നിങ്ങൾക്ക് ആപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നതിനായി സ്റ്റാർട്ട് ആൻസറിങ് ചെയ്യുക. സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുമ്പോൾ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് സ്കോപ്പ്. സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ സ്കോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 51 ചോദ്യങ്ങളിൽ 1 മുതൽ 20 ചോദ്യങ്ങൾ മാത്രം ആൻസർ ചെയ്താൽ മതിയെങ്കിൽ സ്കോപ്പ് എടുക്കുമ്പോൾ സ്റ്റാർട്ട് എൻഡ് ലിമിറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒന്നാമത്തെ ചോദ്യം എടുക്കുക. എൻഡ് പോയിന്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് 25 ചോദ്യങ്ങളാണെങ്കിൽ 25 കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഈ ഇന്റർഫേസിന്റെ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റിങ്സ് മാറുന്നുണ്ട്. ഇപ്പം എന്തായി? 1 മുതൽ 25 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ 1 മുതൽ 25 വേണ്ട, 25 മുതൽ 50 വരെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 25ഉം എൻഡ് പോയിന്റിൽ 50ഉം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 25 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കൽ സ്കോപ്പ് ചെയ്ത് സെറ്റിങ്സ് മാറ്റി വെച്ചാൽ പിന്നെ അടുത്ത തവണയും ആ സെറ്റിങ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ സ്കോപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും 1 മുതൽ 51 വരെ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ഫിൽട്ടർ. ആദ്യമായിട്ട് ഏതെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഈ ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ടാവില്ല. രണ്ടാമത് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഫിൽട്ടർ എന്താന്ന് പറഞ്ഞാൽ, ഈ ഫിൽട്ടറിൽ നിങ്ങൾക്ക് ഓൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫേവറേറ്റ്സ് അത് മാത്രമേ ഈ ഫ്രീ ആപ്പിൽ ലഭിക്കുകയുള്ളൂ. പ്രീമിയം ആപ്പ് എടുത്താൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കിട്ടുന്നതാണ്. പിന്നെ റോങ് ലാസ്റ്റ് ടൈമും വർക്കാവും. നിങ്ങൾ കഴിഞ്ഞ തവണ തെറ്റിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ 51 ചോദ്യങ്ങളും റോങ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻപ് തെറ്റിച്ച ചോദ്യങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അധികം പറയുന്നില്ല. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ച ചോദ്യങ്ങളുമാണ് ഇതിൽ ലഭിക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് സ്കോറിംഗ്. സ്കോറിംഗ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇൻപുട്ട്, ബൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഇൻപുട്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ശരിയുത്തരമാണെങ്കിലും തെറ്റുത്തരമാണെങ്കിലും അത് കൃത്യമായി കാണിച്ചു തരും. ഓക്കെ, പക്ഷെ ബൾക്ക് ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 51 ചോദ്യങ്ങൾക്ക് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്ത ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കാണിച്ചു തരുള്ളൂ. ഈ ഓപ്ഷൻ കൂടുതലും ഇൻപുട്ട് മെത്തേഡ് ചൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കി ഇതിലൂടെ പഠിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ ഓർഡർ. ക്വസ്റ്റ്യൻ ഓർഡറിൽ റാൻഡം ഓർഡറും ഉണ്ട്, നോർമൽ ഓർഡറും ഉണ്ട്. റാൻഡം ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത ചോദ്യങ്ങൾ മിക്സഡ് ആയിട്ടായിരിക്കും ആപ്പിൽ വരിക. നോർമൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആപ്പിൽ ഉള്ള ഓർഡർ എങ്ങനെയാണോ ആ ഓർഡറിലായിരിക്കും വരിക. ഈ സെറ്റിങ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുക. കൂടുതലും ഇൻപുട്ട് റാൻഡം ഓർഡറിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പഠിക്കാൻ നല്ല മെത്തേഡ്. സ്കോപ്പ് എപ്പോഴും നിങ്ങൾക്ക് എത്ര